ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് ഈ തസ്തികയിലേക്കുള്ള പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സിലബസും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പുതിയ സിലബസ് എന്താണ്, അതോടൊപ്പം തന്നെ എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്, പരീക്ഷാ തീയതി എന്നാണ്, അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും, അതുപോലെ തന്നെ ഏത് റാങ്ക് ഫയലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയ റാങ്ക് ഫയൽ ജെകെആർ അക്കാഡമി വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ പ്രൊഫസർ റാങ്ക് ഫയലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ടോപ്പിക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. റാങ്ക് ഫയലിന്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് റാങ്ക് ഫയലിന്റെ ഒരു ഡെമോയാണ്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കണ്ടോ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ആ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അത് എല്ലാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ തന്നെ MCQs ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഉണ്ട്. കൂടാതെ പ്രീവിയസ് ചോദ്യങ്ങൾ, ഇതുണ്ടോ പ്രീവിയസ് ചോദ്യങ്ങൾ, ഇതുവരെ വന്നിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വരെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഓരോ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ മോക്ക് ടെസ്റ്റുകൾ, ഇൻകം ടാക്സിന്റെ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും എങ്ങനെ ചോദ്യങ്ങൾ PSCയിൽ നിന്ന് ചോദിക്കാവോ, പ്രസ്തുത മേഖലയിലെല്ലാം തന്നെ ലഭിക്കാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിന്റെ സിലബസിനെ കുറിച്ചും എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സിലബസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് 10 മാർക്കും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് 10 മാർക്കും, മാനേജറിയൽ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, അതുപോലെ കമ്പനി ലോയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കും, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, കമ്പനി ലോയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് 10 മാർക്കും, ഓഡിറ്റിംഗിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഇത് സാധാരണ ഉള്ള സിലബസ് അക്കൗണ്ടന്റിന്റെ സിലബസ് ആണെങ്കിൽ പോലും ഇതിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ PSCയുടെ ചോദ്യ നിലവാരങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 363/2025 അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ ഈ തസ്തികയിലേക്ക്, ഈ കാറ്റഗറിയിലേക്ക് 93,509 പേരാണ് അപേക്ഷ സമർപ്പിച്ച് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ 364/2025 അക്കൗണ്ടന്റ് ഗ്രേഡ് 2 അക്കൗണ്ട്സ് ക്ലർക്ക്, അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഇവിടെ 92,014 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇനി 422/2025 അക്കൗണ്ടന്റ്, അതിൽ 1206 പേരാണ് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിന് പാർട്ട് 1 ജനറൽ കാറ്റഗറി, അതിൽ 2571 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. പരീക്ഷാ തീയതി എന്ന് പറയുന്നത് 25/4/2026 പരീക്ഷാ തീയതി, സാറ്റർഡേ ആണ് പരീക്ഷാ തീയതി വരുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രസ്തുത ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും, ടോപ്പിക് വൈസ് ചോദ്യങ്ങളും, എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും, പ്രീവിയസ് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പ്രസ്തുത റാങ്ക് ഫയൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഈ പരീക്ഷ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിയാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചാണ്. സാധാരണഗതിയിൽ പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് 60 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പഠന രീതി നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തരാം. അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ റാങ്ക് ഫയലിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.